ബീഹാറിൽ എൻ.ഡി.എയും മഹാസഖ്യവും തമ്മിലുള്ള അംഗത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. 243 മണ്ഡലങ്ങളിലേക്ക് 2 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിലുമായിരിക്കും തിരഞ്ഞെടുപ്പ്. നവംബർ 11-നാകും രണ്ടാം ഘട്ടം. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. 1314 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരക്കളത്തിലുള്ളത്. എൻ.ഡി.എയിൽ നിന്ന് 57 സീറ്റുകളിൽ മത്സരിക്കുന്ന ജെ.ഡി.യുവിന് ഫലം ഏറെ നിർണായകമാണ്. ആർ.ജെ.ഡി. നേതാവും പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് മത്സരിക്കുന്ന രാംഗോപൂർ, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും ജൻശക്തി ജനതാദളിന്റെ നേതാവുമായ തേജ് പ്രതാപ് യാദവ് മത്സരിക്കുന്ന മഹുവ, ബി.ജെ.പി. നേതാക്കളും ബീഹാർ ഉപമുഖ്യമന്ത്രിമാരുമായ സമ്രാട് ചൗധരി മത്സരിക്കുന്ന താരാപൂർ, വിജയ് കുമാർ സിൻഹ മത്സരിക്കുന്ന ലഖിസരായ് തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ വൻ പ്രഖ്യാപനങ്ങളുമായി ആർ.ജെ.ഡി. നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി. കർഷകരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ താങ്ങുവിലയ്ക്ക് പുറമെ നെല്ലിന് ക്വിൻ്റലിന് 300 രൂപയും ഗോതമ്പിന് 400 രൂപയും വീതം നൽകും. ഇതോടൊപ്പം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും പ്രൈമറി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും അധ്യക്ഷർക്ക് ജനപ്രതിനിധി സ്ഥാനം നൽകും. മകരസംക്രാന്തി ദിനത്തിൽ മായി ബഹിൻമാൻ യോജന പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് 1 വർഷത്തേക്കുള്ള 30,000 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 7.42 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ പുരുഷന്മാർ 3.92 കോടി, സ്ത്രീകൾ 3.5 കോടി, ട്രാൻസ് കമ്മ്യൂണിറ്റി 1725 എന്നിങ്ങനെയാണ്. 14 ലക്ഷം യുവതി-യുവാക്കളാണ് കന്നിവോട്ട് രേഖപ്പെടുത്തുന്നത്. 100 വയസ്സ് കഴിഞ്ഞ 14,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 243 മണ്ഡലങ്ങളിലായി 9,000 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ 1000 സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ്. 2020-ൽ 3 ഘട്ടങ്ങളിലായി നടത്തിയ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ ആയിരുന്നു ഭരണം സ്വന്തമാക്കിയത്. 122 സീറ്റിന്റെ ഭൂരിപക്ഷമായിരുന്നു. 57.29% വോട്ടിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ബീഹാറിൽ വീണ്ടും ഭരണം നിലനിർത്താൻ എൻ.ഡി.എയും തിരിച്ചുപിടിക്കാൻ മഹാസഖ്യവും വാശിയേറിയ പോരാട്ടത്തിലാണ്. ഒടുവിൽ ജയം ആർക്കൊപ്പമാകും എന്നാണ് അറിയേണ്ടത്.